ഹായ് ഇസ്മി ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൻ ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. സംഭവം. അപ്പോൾ അജിത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ കുഡ്ബാഡകളിയിലെ ഫസ്റ്റ് ലിറിക്കൽ വീഡിയോ ആരാധകർക്ക് വേണ്ടിയുള്ള ആ ലിറിക്കൽ വീഡിയോ അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടു. അപ്പോൾ ഞാൻ കാണുമ്പോൾ ഏകദേശം 8 ലക്ഷം വ്യൂസിനധികം 8 ലക്ഷം വ്യൂസും അതോടൊപ്പം ട്രെൻഡിങ്ങിൽ നമ്പർ 2 മ്യൂസിക് ട്രെൻഡിങ്ങിൽ നമ്പർ 2 പോയിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ലിറിക്കൽ വീഡിയോയെക്കുറിച്ച് നോക്കുമ്പോൾ പ്യുവർ ഫാൻ ബോയ് സംഭവം എന്ന് തന്നെ പറയാം. കാരണം ആദിത്യ രവിചന്ദ്രൻ അജിത്തിൻ്റെ ഒരു ഫാനാണ്. അപ്പോൾ ആദിത്യ രവിചന്ദ്രനെ പ്യുവർ ഫാൻ ബോയ് സംഭവം അല്ലെങ്കിൽ ആരാധകർക്ക് വേണ്ടിയുള്ളൊരു പാട്ടായിട്ടാണ് ഈ സംഭവം തോന്നിയത്. കാരണം സ്റ്റാർട്ടിങ് തന്നെ ആരാധകർക്ക് വേണ്ടിയുള്ള സംഭവമാണ്. തിയേറ്ററിൽ തിരക്കിട്ടെന്നൊക്കെ പറഞ്ഞു തുടങ്ങി അങ്ങനെ നല്ല രീതിയിൽ പോകുന്നു. പ്രത്യേകിച്ച് ജി വി പ്രകാശിൻ്റെ വോയിസ്, അതോടൊപ്പം ആദിത്യ രവിചന്ദ്രൻ്റെ വോയിസ്, ജി വി പ്രകാശും ആദിത്യ രവിചന്ദ്രനും കൂടി ചേർന്നാണ് ഈ സോങ് പാടിയിരിക്കുന്നത്. പിന്നെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് ജി വി പ്രകാശാണ്. ലിറിക്സ് എഴുതിയിരിക്കുന്നത് വിഷ്ണുവാണ്. അടിപൊളി ലിറിക്സും കാര്യങ്ങളും. പ്രത്യേകിച്ച് ഒരു ഫാൻ ബോയ് ഡയറക്ടർ തൻ്റെ ഹീറോയ്ക്ക് വേണ്ടി എങ്ങനെ ചെയ്യുമോ ആ രീതിയിലാണ് ഈ പാട്ട് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. പടവും അങ്ങനെ തന്നെയാണ്. ആ രീതിയിലാണ് ഈ പാട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. സംഭവം അല്ലെങ്കിൽ ഒറിജിനൽ ഗ്യാങ്സ്റ്റർ സംഭവം, പ്രത്യേകിച്ച് പഴയകാല മങ്കാത്തയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ളൊരു സംഭവമാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ അവിടെ ഇവിടെ അജിത്തിൻ്റെ പഴയകാല ചിത്രങ്ങളുടെ റെഫറൻസ് ഒക്കെ കാണുവാൻ സാധിച്ചു. പ്രത്യേകിച്ച് അതെന്നുള്ള അദ്ദേഹത്തിൻ്റെ ട്രേഡ് മാർക്ക് ഡയലോഗൊക്കെ ഇടയ്ക്കുണ്ടായിരുന്നു. കാട്ര എന്നുള്ള ഡയലോഗൊക്കെ വളരെ അടിപൊളിയായിരുന്നു. നാമ എவ்வளோ ഗുഡാ இருந்தாലും ഉലകം നമ്മളെ പാടാക്കും എന്നുള്ള പറഞ്ഞുള്ള ആ ഒരു ഡയലോഗൊക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ ഇടയ്ക്ക് പാട്ടിനിടയിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആരാധകർക്ക് വേണ്ടിയുള്ള ഒരു പ്യുവർ സോങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു സോങ് കണ്ടപ്പോൾ ഒരു പ്യുവർ ഫാൻ ബോയ് സംഭവമായിട്ടാണ് ഈ ഒരു പാട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറയാം. ഏതായാലും തിയേറ്ററിൽ നല്ലൊരു റെസ്പോൺസും കാര്യങ്ങളൊക്കെ ഓളമുണ്ടാക്കാൻ പറ്റിയൊരു പാട്ടാണിത്. പ്രത്യേകിച്ച് പത്തിക്കിച്ചൊക്കെ നല്ല രീതിയിൽ ഹിറ്റായിരുന്നു പിറ്റാമുയർച്ചിയിലെ. അതിനുശേഷമാണ് ഇപ്പോൾ അടുത്ത സംഭവം വന്നിരിക്കുന്നത് കുഡ്ബാഡകളിയിലെ ഈ ഒരു പാട്ട്. പ്രത്യേകിച്ച് ഈ പ്രകാശിൻ്റെ വോയിസും അദ്ദേഹത്തിന് തന്നെ മ്യൂസിക്കും കൂടെ ആയപ്പോഴേക്കും നല്ല ഒരു എനർജറ്റിക് അല്ലെങ്കിൽ ഒരു ഗൂം സോങ്സ് ഉളവാക്കുന്ന രീതിയിലുള്ള വരികളും അതോടൊപ്പം അതിനുള്ള മ്യൂസിക്കും ഉള്ള ആലോചനവും കൂടി ആയപ്പോഴേക്കും ഒരു പ്യുവർ ഫാൻസിന് വേണ്ടിയുള്ളൊരു പാട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്യുവർ ഫാൻ ബോയ് സംഭവം എന്ന് തന്നെ പറയാം. ഡയറക്ടർ ഫാൻ ബോയ് ഡയറക്ടറാണെന്നും പറയാതെ എല്ലാ മേഖലയിലും അദ്ദേഹം ഉണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഡയറക്ടർ അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം പാടിയിരിക്കുന്നുണ്ട്. ജി വി പ്രകാശിനോട് അദ്ദേഹം ഇത് പാട്ട് പാടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് AK എന്നുള്ള ആ ഇതൊക്കെ അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സൗണ്ടൊക്കെ AK എന്ന് പറഞ്ഞുള്ള ആ സൗണ്ടൊക്കെ അദ്ദേഹമാണ് പറഞ്ഞിരിക്കുന്നത്, ഡയറക്ടറാണ്. ഏതായാലും ടീസർ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ഇതാ പാട്ടും നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇൻസ്റ്റാഗ്രാമൊക്കെ റീൽസൊക്കെ ഭരിക്കാൻ ചാൻസ് ഉള്ളൊരു പാട്ടായിട്ടാണ് എനിക്ക് കേട്ടപ്പോൾ തോന്നിയത്. ഏതായാലും ഒത്തിരി നാൾ മിസ്സായ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അജിത്തിൻ്റെ കുറേ കാലമായിട്ട് നമ്മളിങ്ങനെ സിനിമകളൊക്കെ കണ്ടിട്ട് ഒത്തിരി കാലമായി, വർഷങ്ങളായെന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നു വേതാളമാണെന്ന് തോന്നുന്നു അവസാനം അദ്ദേഹം ചെയ്തൊരു മാസമായിട്ടൊരു സിനിമയെന്ന് തോന്നുന്നത്. അപ്പോൾ അത് വന്നത് തന്നെ 2015 ഏകദേശം 10 വർഷത്തോളമേ അദ്ദേഹത്തിൻ്റെ ഒരു മാസമായിട്ടൊരു സിനിമ നമ്മൾ കണ്ടിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ആരാധകർ വളരെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. അതിന് എരിവും പുളിയും ചേർക്കുന്ന രീതിയിലാണ് ഓരോ അപ്ഡേറ്റും കാര്യങ്ങളും ഓരോ പാട്ടുകളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളുമാണ് ഈ പ്രവർത്തകർ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും സംഭവം വലിയൊരു സംഭവമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏപ്രിൽ 10 ചിത്രം തിയേറ്ററിലേക്ക് എത്തുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.